VS സുനിൽകുമാർ കൂടി ചേരുകയാണ്. VS സുനിൽകുമാർ, ഇത്രയും പ്രബലരായ LDFും UDFും അവിടെ ഉള്ളപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന വാർത്ത സുരേഷ് ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും റാണിക്കും അവിടെ വോട്ടുണ്ട് എന്നുള്ള വിവരമാണ്. ഇത്രയും പ്രബലരായ ഒരു രണ്ട് മുന്നണികൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അത്രയും വ്യാപകമായി ഈ വോട്ട് ചേർക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുണ്ടോ സുനിൽകുമാർ? അത് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. കാരണം ഈ വോട്ട് ചേർക്കുന്നതിനുള്ള പ്രൊസീജിയർ മനസ്സിലാക്കിയാലാണ് താങ്കൾക്ക് ഇത് മനസ്സിലാവുക. കാരണം 28/1/2024 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം 4/4/2024 ആണ് അതിന് അടുത്ത അന്തിമ വോട്ടർ പട്ടിക എന്ന നിലയിൽ അവർ അവസാനം വോട്ട് ചെയ്യാനുള്ള വോട്ടർമാരുടെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് 4/4/2024 അപ്പൊ 22/1/2024 മുതൽ 4/4/2024 വരെയുള്ള ഈ കാലയളവിൽ വീണ്ടും വോട്ട് ചേർക്കാനുള്ള, അഡീഷണൽ ആയിട്ട് വോട്ട് ചേർക്കാനുള്ള ആ പീരീഡിൽ ചേർക്കപ്പെട്ട വോട്ടുകൾ ചേർത്തോ എന്ന് അറിയണമെങ്കിൽ 4/4/2024 അന്തിമമായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് പിന്നെ അതിൽ മാറ്റം വരുത്താൻ ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കുകയുമില്ല. അതാണ് നിയമം. അപ്പൊ ഞങ്ങൾ ഇതിനെ പരാതിപ്പെട്ടത് അവിടെയുള്ള ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് സംശയം തോന്നിയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഞങ്ങൾക്കിത് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുകയും ഞങ്ങൾ വളരെ വ്യക്തമായി ഇന്ന സ്ഥലങ്ങളിൽ വ്യാജമായ ഇവിടെ വിലാസത്തിലില്ലാത്ത ആളുകളെ വോട്ടുകൾ ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം പല ഘട്ടങ്ങളിലായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് തൃശൂർ ജില്ലയിലെ ഭരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് KP രാജേന്ദ്രനും CPMന്റെ സഖാക്കളും അതോടൊപ്പം UDFന്റെ ആളുകളും പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള അവരുടെ ഒരു വ്യാജ പ്രചരണമാണ്. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം തന്നെ ഞങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് സംബന്ധിച്ച് പേരെഴുതി കൊടുത്തിട്ട് പറഞ്ഞു ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ജില്ലാ കളക്ടർ ഇടപെട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഭരണഘടനാപരമായി വോട്ട് ചെയ്യാൻ അധികാരം തടയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇതിന് കൂട്ടുനിന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പിന് നമ്മൾ എന്തിനാണ് ലോക്സഭാ ഇലക്ഷന് ഒരു അതിർത്തി ഉണ്ടാക്കി, ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലം ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യുന്ന എന്തിനാണ്? അസംബ്ലി സെഗ്മെന്റിന്റെ അതിർത്തി ഉണ്ടാക്കുന്ന എന്തിനാണ്? ആ അതിർത്തിക്കകത്തുള്ള വോട്ടർമാരാണ് അവിടെയുള്ള ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടത്. ഇനി ആ ജനപ്രതിനിധി മറ്റു മണ്ഡലത്തിൽ നിന്ന് വന്നാലും ഇപ്പൊ സുരേഷ് ഗോപി അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. അദ്ദേഹം തൃശ്ശൂരിൽ വന്ന് വോട്ട് സ്ഥാനാർത്ഥിയാകുമ്പോ തിരുവനന്തപുരത്തെ വോട്ടർ അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്താൽ അദ്ദേഹത്തിന്റെ നോമിനേഷൻ തള്ളിപ്പോവും. അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ തൃശ്ശൂരിലെ വോട്ടർ അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്താലേ സുരേഷ് ഗോപിയുടെ നോമിനേഷൻ വാലിഡ് നോമിനേഷൻ ആവുള്ളൂ. അതിനർത്ഥം എന്താണ്? സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളവർക്ക് മാത്രമേ സുരേഷ് ഗോപിയെ പ്രപ്പോസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഇലക്ഷൻ നിയമം. ആ നിയമം നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ മണ്ഡലത്തിലേതല്ലാത്ത മറ്റു മണ്ഡലങ്ങളിലെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വോട്ടർമാരെ ബോധപൂർവം ബൾക്കായി BJPക്കാർ പല പേരുകളിൽ പല അഡ്രസ്സുകളിൽ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതെങ്ങനെ കൊണ്ടുവന്നു ചോദിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ലഘൂകരിച്ച ഒരു സംവിധാനം കൂട്ടിക്കൊണ്ടാണ്. ഇപ്പൊ ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി. എങ്ങനെയാ മാറ്റിയത്? അവര് പറയുന്നത് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ പേര് ചേർക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ID കാർഡ് പോരാ, നിങ്ങളുടെ റേഷൻ കാർഡ് പോരാ, നിങ്ങളുടെ ആധാർ കാർഡും പോരാ. പിന്നെ നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ് പറയുന്നത്. ജനന സർട്ടിഫിക്കറ്റും നിങ്ങളുടെ മെട്രിക്കുലേഷൻ പാസ്സാക്കിയ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെയുള്ള 65 ലക്ഷം വോട്ടർമാരെ നിഷ്കാസനം ചെയ്ത BJP പിന്നെ ഇത് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലേക്ക് വരുമ്പോൾ BJPക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പോലെ ഒരു പോസ്റ്റ് കാർഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടും. ഒരു ലോഡ്ജിൽ വന്ന് 2 ദിവസം താമസിച്ചാലും നിങ്ങൾക്ക് വോട്ട് കിട്ടും. നിങ്ങൾ തെരുവിൽ ഉറങ്ങുന്നവരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടും. എന്ത് വേണം? നിങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റൽ കാർഡ് ബൂത്ത് ലെവൽ ഓഫീസിന് മുമ്പിൽ ഹാജരാക്കിയാൽ മാത്രം മതി. ആ രേഖ മാത്രമേ വേണ്ടൂ. അങ്ങനെ ലഘൂകരിച്ച ഒരു രേഖ കൊടുക്കുമ്പോ ഇലക്ഷൻ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്ന 1950 ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്ന ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന തത്വത്തിന് വിരുദ്ധമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ഇത് പറയുന്നത്. എന്നാൽ ബീഹാറിലോ അവിടെ ജനന സർട്ടിഫിക്കറ്റ് വേണം, ഇവിടെയോ പോസ്റ്റൽ കാർഡ് മതി. ഈ ഇരട്ടത്താപ്പ് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്?
ഇവിടെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പരാതി പരിഹരിക്കേണ്ടത് നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷനെ നിഷ്പക്ഷമായിട്ടോ സുതാര്യമായിട്ടോ പക്ഷപാതരഹിതമായിട്ടോ അല്ല ഇലക്ഷൻ നടത്തിയിരിക്കുന്നത് എന്നതിന്റെ തെളിവുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. BJP അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂരിന് പുറത്തുള്ള മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ കേഡർമാരുടെ വോട്ടുകൾ അവിടെ വോട്ട് ചെയ്യിപ്പിക്കാതെ അവരെയെല്ലാം ഇങ്ങോട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ ഓരോ ഫ്ളാറ്റുകളിലും താമസമില്ലാത്ത ഫ്ളാറ്റുകളിലും പല വീട്ടു നമ്പറുകളിലും അവരുടെ പേരുകൾ ചേർത്ത് അവരുടെ പോസ്റ്റൽ അഡ്രസ്സിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് കാർഡ് സഹിതം കൊടുത്ത് അവർ വോട്ട് ചേർത്തു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എമൗണ്ട് ടു മാനിപ്പുലേഷൻ. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ആണെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യം. പിന്നെ സുരേഷ് ഗോപിയുടെ വോട്ടിനെ സംബന്ധിച്ച് ഞാൻ ചലഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടെ ഒന്ന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പ്രശ്നമായിട്ട് ഞാൻ സ്ഥാനാർത്ഥിയെ ഞാൻ കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അനിയൻ രണ്ടിടത്ത് വോട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹത്തിന്റെ അനുജനോ അദ്ദേഹത്തിന്റെ വീട്ടുകാരോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മറുപടി പറയേണ്ടതാണ്. ഇപ്പോ നമുക്കിപ്പോ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടുമ്പോൾ വോട്ടർ ഐ ഡി കിട്ടുമ്പോൾ നമുക്കൊരു എപ്പിക് നമ്പർ ഉണ്ട് നമ്മുടെ വോട്ടർ ഐ ഡി. ഇപ്പോ എനിക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് വോട്ട് പോകുമ്പോൾ ഞാൻ പറയും എന്റെ പേര് അന്തിക്കാട് വോട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അന്തിക്കാട്ട് വോട്ട് ക്യാൻസൽ ആക്കി അതേ എപ്പിക് നമ്പറിലാണ് എനിക്ക് വേറെ എവിടെയാണ് വോട്ട് കിട്ടുന്നത് വോട്ട് തരേണ്ടതാണ് നിയമം. അതിന് പകരം 2 എപ്പിക് നമ്പറിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോ നമ്മൾ വളരെ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ BJP എന്നതാണ് ചോദ്യം. BJP ഇപ്പൊ പറയുന്ന കാര്യം 75,000 വോട്ടിന് ജയിച്ചതല്ലേ? 10-30,000 വോട്ടുകൾ ഇങ്ങനെ ചേർത്തിയാലും ബാക്കി വോട്ട് ഞങ്ങളുടെ വോട്ടല്ലേ? അത് വാദത്തിന് അംഗീകരിക്കാം. നിങ്ങൾ എത്ര വോട്ടിന് ജയിച്ചാലും നിങ്ങൾ 75,000 വോട്ട് ജയിച്ച ഒരു ആള് 5,000 വോട്ടെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് ചെയ്യിപ്പിച്ചതാണെങ്കിൽ അത് മാനിപ്പുലേറ്റഡ് വിക്ടറി എന്ന് തന്നെ പറയേണ്ടി വരും. അത് ജനാധിപത്യത്തിൽ തോറ്റവരുടെയും അല്ലെങ്കിൽ അവിടെ വോട്ട് ചെയ്തവരുടെയും അവകാശമാണ്. ഇതിന് മറുപടി പറയേണ്ടത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അതിന് പകരം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പരാതി പറയുന്നവർക്ക് നോട്ടീസ് അയക്കല്ല വേണ്ടത്. നോട്ടീസ് അയക്കുന്നതിന് പകരം ഇത്തരം ആരോപണങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ ഇത് മിഥ്യയാണോ, സത്യമാണെങ്കിൽ നടപടി സ്വീകരിക്കുകയും ഇനി പച്ച കള്ളമാണ് ഞങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് നോട്ടീസ് തരേണ്ട കാര്യമില്ല. ഞങ്ങൾ സത്യവാങ്മൂലം തരേണ്ട കാര്യവുമില്ല. ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് അയച്ചിരിക്കുന്ന നോട്ടീസ് ഇപ്പോ ഞാൻ എന്തെങ്കിലും അവർക്ക് പരാതി കൊടുത്തിട്ടല്ലല്ലോ. പത്രത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് നോട്ടീസ് അയക്കുകയും മറുപടി ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാമെങ്കിൽ പത്രത്തിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വസ്തുതകൾ എടുത്ത് പരിശോധിച്ച് സുവമോട്ടോ കേസെടുക്കാനും അന്വേഷിക്കാനും പരിശോധിക്കാനും സത്യം ജനങ്ങളോട് തുറന്നു പറയാനും അഗ്നിശുദ്ധി വരുത്താനും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇതൊരു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനമാണ്, സർക്കാർ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഇത് ക്യാബിനറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇപ്പോ BJP ഗവൺമെന്റ് വന്ന ശേഷം ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന നേരത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് രാജിവെച്ചു? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ആരാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? നരേന്ദ്രമോദിയും അമിത്ഷായും കൂടിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ക്യാബിനറ്റിൽ ഭൂരിപക്ഷമുള്ള ആൾക്കാരാണ്. അവർ കൂടി തീരുമാനിച്ചു. അതാണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയി മാറി എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായൊരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, നമ്മുടെ ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇവിടുത്തെ ലോക്കൽ BJP നേതാക്കന്മാർ എന്തെങ്കിലും മറുപടി പറയുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഉന്നത നീതിപീഠം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടണം. മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 2024 ഇലക്ഷനില് നിങ്ങൾക്ക് EVM മെഷീനെ പറ്റി ഒരു പരാതി ഉണ്ടെങ്കിൽ, നിങ്ങൾ EVM മെഷീനെ പറ്റി പരാതിപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊരു സംശയം തോന്നി. ഇപ്പൊ നിങ്ങൾ അരിവാൾ ചിറ്റിക നക്ഷത്രത്തിലോ അരിവാൾ ധാന്യക്കതിലോ വോട്ട് ചെയ്തപ്പോ VVPAT മെഷീനകത്ത് താമര ചിഹ്നം തെളിഞ്ഞു എന്ന് വിചാരിക്കുക. അന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സംശയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് 12,500 രൂപയും GSTയും കെട്ടിവെക്കണം. എന്നിട്ട് ഒരു സത്യവാങ്മൂലം കൊടുക്കും. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ ഈ ബാലറ്റ് പെട്ടിയിൽ തെളിയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്ന വകുപ്പ് ചുമത്തി നിങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന സത്യവാങ്മൂലത്തിൽ സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങളെ പരാതി സ്വീകരിക്കുള്ളൂ. എങ്ങനെ പരാതി കൊടുക്കാൻ പറ്റുക? ഇത് ഈ ഒരു കണ്ടീഷൻ കൊണ്ടുവന്നത് ഇലക്ഷന് തൊട്ട് മുമ്പ് 2 മാസം മുമ്പ് മാത്രമാണ്. ഇങ്ങനെയുള്ള ഇവിടെ പരാതി ഉയരാത്ത വിധത്തിലുള്ള നിരവധി ജനാധിപത്യ വിരുദ്ധമായ കണ്ടീഷനുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ്
ഇപ്പോ ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെയും ചില ക്രമക്കേടുകളെ പറ്റി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ.